എല്ലാവർക്കും നമസ്കാരം. ആത്മബോധോദയ സംഘ സ്ഥാപകനും കലിയുഗ അവതാര പുരുഷനുമായ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 144ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹത്തോടനുബന്ധിച്ച് ആശ്രമ വിശ്വാസികളായ 50-ൽ പരം ഗായകർ ഒത്തുചേർന്ന് നടത്തുന്ന ശുഭാനന്ദം എന്ന സംഗീത ആവിഷ്കാരത്തിനായി പ്രാക്ടീസ് സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പ്രാക്ടീസ് സെഷൻ നടക്കുന്നത് തെങ്ങണയിലുള്ള ആത്മബോധോദയ സംഘം മഹിളാ സമാജത്തിന്റെ പ്രസിഡന്റായ ശ്രീമതി ആശ അജീഷിന്റെ ഭവനത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ? വരും. നമ്മൾ ആദ്യം തന്നെ ഈ ഭവനത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിയാണ് ഈ കുടുംബനാഥയായിട്ടുള്ള ശ്രീമതി മധുരമൺ ടീച്ചർ. ടീച്ചർ, നമുക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മളെ ഈ ഇത്രയും പേര്, അതായത് ആത്മബോധോദയ സംഘത്തിന്റെ 50ഓളം ഗായകർ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാണ് രാവിലെയും വൈകിട്ടും, അതായത് സമയം നോക്കാതെ രാത്രി വരെ നീളുന്ന പ്രാക്ടീസിലാണല്ലേ നടക്കുന്നത്. എങ്ങനെയാണ് അമ്മ ഈ ഒരു എക്സ്പീരിയൻസിനെ നോക്കിക്കാണുന്നത്? ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഇത്രയുണ്ട്. ഇത് ആത്മബോധ സംഘത്തിലെ കുഞ്ഞുങ്ങളായ ഗായകർ വന്ന് പാടുമ്പോൾ തൻ്റെ നാമസങ്കീർത്തനം ലോകത്തിലെങ്ങും അറിയാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഓരോ ആരാധന കഴിഞ്ഞ് ഇറങ്ങുന്ന സംതൃപ്തിയാണ് എനിക്കുള്ളത്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും പ്രാർത്ഥിക്കുകയും അവരുടെ അതിലൂടെ ലോകത്ത് എങ്ങും ഈ ആത്മസംഘം അറിയാൻ ഇവരുടെ ഗായക സംഘത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ നാമത്തിൽ പ്രാർത്ഥിക്കും. അമ്മയാണിപ്പം പുറത്തു നിന്ന്, അതായത് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മുടെ അംഗങ്ങളോടൊപ്പം തന്നെ അമ്മയാണ് പുറത്തു നിന്ന് ഈ കീർത്തനങ്ങൾ കേൾക്കുന്നത് അല്ലേ? അപ്പം എന്ത് തോന്നുന്നു നമ്മളുടെ ഈ കീർത്തനങ്ങൾ കേൾക്കുന്നത്? ഓരോ കീർത്തനം കേൾക്കുമ്പോഴും ആ ഗുരുദേവൻ ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലേക്ക് വരികയും ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പം ഈ ഭവനം ഒരു ആശ്രമമാണോ എന്ന് പോലും എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നിപ്പോകും. അത്രയ്ക്കും സംതൃപ്തിയും സമാധാനവും സന്തോഷവുമാണ്. ഇത് ഭഗവാന്റെ നിയോഗമാണ്. സംഗീത മട്ടിൽ താൻ ഉണർന്നു നിന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസം തൻ്റെ സന്താനങ്ങൾക്കുണ്ടായാൽ ഇത് ഏറ്റവും വലിയ മഹത്തായ ഒരു സംഭവമായിട്ട് വിശ്വാസികൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് അമ്മ പറയുന്നത് അല്ലേ? പ്രശാന്ത് ഏട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മളുടെ ആത്മബോധോദയ സംഘം കണ്ടതിൽ വെച്ച് വളരെ പ്രത്യേകത നിറഞ്ഞൊരു പ്രൊജക്റ്റാണ് ശുഭാനന്ദം എന്ന സംഗീതാവിഷ്കാരത്തിലൂടെ നമ്മൾ 27-ാം തീയതി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് നമ്മളുടെ സംഘം ഉദ്ദേശിക്കുന്നത്? മോശം എന്നൊരവസ്ഥയിലേക്ക് നാമസങ്കീർത്തനം കൊണ്ട് മാത്രമാണ് എത്തിപ്പെടാൻ ഓരോ ആളുകൾക്കും പറ്റുള്ളത്. ഭഗവാൻ ഗുരുദേവൻ്റെ ജീവിതകാലത്ത് തന്നെ പ്രഖ്യാപിക്കുകയും അതിലൊരു ആത്മസംഘത്തിലെ ഓരോ ആളുകളും ഇതിനെ നാമസങ്കീർത്തനെ ഏറ്റെടുക്കുകയും ലോകത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ആത്മസംഘത്തിനുള്ളിലുള്ളത്. ഇപ്പോഴത്തെ ഈ 2026 പുതിയ കാലഘട്ടം നമ്മൾ ഓരോരുത്തർ വിശേഷിപ്പിക്കുമ്പോഴും ലോകത്തിന് മുമ്പിലേക്ക് നമുക്കിത് കൂടുതലായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഘ ധർമ്മകർത്താവിനെയും കർമ്മകർത്താവിനെയും സംഘം കേന്ദ്ര ഭരണസമിതി അംഗങ്ങൾ, ജനറൽ സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചപ്പോൾ അവർ വളരെ സപ്പോർട്ടായിട്ട് നമുക്കിത് മുമ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നും ഒക്കെ നമ്മളിലേക്ക് അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി അവിടുന്ന് ഒരു വലിയ സപ്പോർട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യുവജന സംഘവും മഹിളാ സമാജവും ഒക്കെ ചേർന്നുകൊണ്ടാണ് സംഘത്തിലെ ഓരോ വിശ്വാസികളും ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുവന്നത്. അപ്പം ഇത് ഞങ്ങളൊരു ജോലിയായിട്ടല്ല ഇതിനെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, ഇത് ഞങ്ങളുടെ കർമ്മമായിട്ടാണ്. ഇതിന് ധനങ്ങൾ ആവശ്യമുണ്ട്. ഈ ധനസഹായങ്ങൾ ചെയ്യുന്നവരൊക്കെ അവരുടെ കർമ്മമായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായത് തന്നെ വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ ഇത് ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട്. ആത്മസംഘത്തിൻ്റെയും സംഘവിശ്വാസികൾ ഓരോരുത്തരുടെയും പേരിലുള്ള ആശംസകൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും മുമ്പോട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അറിയിക്കേണ്ട ഒരു കാര്യമാണ്, വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുൻപതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അപ്പം ഇതിങ്ങനൊരു ഇത് കവർ ചെയ്തതിന് തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷവും അറിയിക്കുകയാണ്.
കൂടെയുള്ളത് നമ്മുടെ കോറൽ ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. എന്താണ് ചേച്ചിയുടെ പേര്? എൻ്റെ പേര് രഞ്ജുമോൾ എന്നാണ്. ഞാൻ പ്ലാന്തോട്ടം ശ്രീ ശിവാനന്ദാശ്രമത്തിലെ അംഗമാണ്. അപ്പൊ രഞ്ജേച്ചി നമ്മുടെ ഈ കോറൽ ഗ്രൂപ്പ് ഉണ്ട് എന്നറിഞ്ഞ് നമ്മളുടെ ഓഡിഷന് പങ്കെടുത്ത് സെലക്ട് ആയപ്പോൾ എന്താണ് ചേച്ചി ഈ പ്രോഗ്രാമിൽ എക്സ്പെക്ട് ചെയ്തത്? കോറൽ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ നമുക്ക് അധികം അറിയില്ലായിരുന്നു. കോറൽ ഗ്രൂപ്പിലേക്ക് വന്നു, 1-2 കീർത്തനങ്ങൾ പാടി തുടങ്ങിയപ്പോൾ ആദ്യം ഭയങ്കര ടഫായിട്ട് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേന് പക്ഷേ സാറിൻ്റെ ശിക്ഷണത്തിൽ എല്ലാം നല്ല പ്രാക്ടീസോട് കൂടി വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കീർത്തനങ്ങൾ ആലപിക്കുന്നത്. ഇത് നമ്മൾക്ക് നാളെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത് നമ്മൾ 27-ാം തീയതി ആശ്രമത്തിൽ നമ്മുടെ സമാധി സന്നിധാനത്തിൽ സ്റ്റേജിലേക്ക് അവതരിപ്പിക്കുമ്പോഴത്തേന് അത് കാണുന്നവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. 1 2 3 4 നിൽക്കുന്നത് ഈ വീട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. അതായത് ഈ കോറൽ ഗ്രൂപ്പിന്റെ പ്രാക്ടീസ് സെഷനുമായിട്ട് അനുബന്ധിച്ച് ഈ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ അജയ് ചേട്ടനാണ്. ഈ വീട്ടിലെ ഒരു പ്രധാന അംഗമാണ്. അതായത് നമ്മുടെ ആശേഷിയുടെ ഭർത്താവ് കൂടിയാണ് അജയ് ചേട്ടൻ. അജയ് ചേട്ടാ, എന്തായിരുന്നു ഈ ഒരു പ്രാക്ടീസ് സെഷൻ ഇവിടെ ആരംഭിച്ചപ്പോൾ തൊട്ട് ഇനിയിപ്പോ ഇത് നമ്മുടെ സ്റ്റേജിലേക്ക് കയറാൻ അധികം ദിവസങ്ങളില്ല, എന്തായിരുന്നു ചേട്ടനുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ട്, ഈ ഭവനത്തിലുണ്ട്, പ്രത്യേകതയുണ്ട്. അപ്പൊ അവന്റെ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഭവനത്തിന് കിട്ടിയതല്ല. എല്ലാവർക്കും നല്ല രീതിയിൽ പലയിടത്തും പല ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് നല്ല രീതിയിൽ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുഞ്ഞുങ്ങളാണേലും പ്രായമുള്ളവരും അമ്മച്ചിമാരും എല്ലാവരും ഉണ്ട്. ഏത് ഗ്രൂപ്പ് ഒരു ഇതേ അല്ല. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഇത് എങ്ങനെയായത് പാവന്റെ ആ കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പഠിച്ചവരൊന്നും അല്ല ഇതിനകത്ത് ഈ ഗായസംഘത്തിലുള്ള പഠിക്കാത്ത ആൾക്കാരെ 90% ആൾക്കാർ അവരൊക്കെ അവരുടെ എഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും കാണുന്നതൊക്കെ. വലിയൊരു സംഭവമാണ്. ഞങ്ങളുടെ ഭവനത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കൂടുന്നത്. ഇത്രയും നാള് ഇത്രയും വിജയകരമാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് 9ഓളം ഗായകർ 10ഓളം കീർത്തനങ്ങൾ കൃത്യമായി ഡയറക്ടറുടെ നേതൃത്വത്തിൽ പഠിച്ചെടുക്കുകയും അതിന് ആ സ്റ്റേജിൽ ഗുരുദേവൻ തന്നെ വൻ വിജയമാക്കി തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏവരുടെയും പിന്തുണ ഇനിയുള്ള കൃത്യം പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണം ഗുരുനാമത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഈ കോറൽ ഗ്രൂപ്പിന്റെ 1.5 മാസമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് നിങ്ങൾ രണ്ടുപേരും. ശാഖ പേരും പറഞ്ഞു. എൻ്റെ ശാഖ മൈലമണ്ണ്, കുന്നന്താന മൈലമണ്ണ്. പേര് അനുരാജ്. സന്തോഷം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തത്? എന്തായിരിക്കും ഇതിന്റെ ഒരു ഫലം? ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഒരു ഔട്ട്കം വരാൻ പോകുന്നത്? എന്ത് പ്രതീക്ഷിക്കുന്നു? നല്ല രസമായിരിക്കും അത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇതുപോലൊരു സംഗീതം ആരും കേട്ടിട്ട് പോലും ഉണ്ടാകും പ്രതീക്ഷ. അത് തന്നെ. ഞാൻ കുന്നന്താന ശാഖ. എൻ്റെ പേര് വിമൽ VS എന്നാണ്. എൻ്റെ പേര് ആനന്ദകൃഷ്ണൻ വള്ളിക്കാട്. എൻ്റെ പേര് ജയദീഷ് മാവൂരക്കര. ഇപ്പോൾ അതിനകത്ത് മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക് പ്രൊഫഷണലി പഠിക്കാത്തവരാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു ടാലൻറ്റ് കൊണ്ടാണ് ഇതിപ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും തന്നെ ഏകദേശം നല്ല ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന കുറച്ച് അംഗങ്ങളെയാണ് കാണാൻ പോകുന്നത്. എന്തായിരുന്നു നമ്മളുടെ ഈ ഒരു കോറൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോൾ എന്തായിരുന്നു നമ്മളുടെ ഒരു അനുഭവം? എന്തായിരുന്നു? സംഘത്തിന്റെ ചരിത്രത്തില് നല്ലൊരു അവസരമാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ അനിതയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. അപ്പോൾ അന്നേരം എന്നോട് പറഞ്ഞ് സംസാരിച്ചു ഇങ്ങനെ നമുക്കൊന്ന് കൂടണം. അല്ലാതെ ഞങ്ങൾ ഈ മ്യൂസിക് ക്ലബ്ബിലൊക്കെ പാടാനൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് പാടുമെന്നൊക്കെ അറിയാം. ഇനി ഞങ്ങൾ ഒരുമിച്ച് കൂടി പാട്ടുകളെല്ലാം എടുത്തു. അതിന് സാറിലായിട്ട് ഇവിടെ റിഹേഴ്സൽ എടുത്തുകൊണ്ട് ഇത്രയും നാളായില്ല, നമ്മളൊരു 1-2 മാസമായി. നെടുങ്കാവിയിൽ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ തൊട്ട്
ഇന്ന് വരെ നമ്മൾ എത്തിച്ചത് വളരെ മെച്ചമായൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. നല്ല ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഉറപ്പാ. തീർച്ചയായും ഉണ്ടാവും. 77-ാം തീയതി ആകാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മളുടെ ഈ പ്രാക്ടീസ് വേദിയിലെ വളരെ പ്രധാനപ്പെട്ട പ്രഥമ വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആത്മബോധോദയ സംഘത്തിലെ 50-ൽ പരം ഗായകരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ നാമസങ്കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി അതിനെ പരിശീലിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അജൻ സർ, എന്താണ് ഒരു 1.5 മാസമായി നമ്മൾ പരിശീലിപ്പിക്കാണല്ലോ, എന്തായിരുന്നു ഇതിൽ നിന്നൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വലിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഒന്ന്, ഭഗവാന്റെ ഈ പാട്ടുകളെ, ഈ അർത്ഥവത്തായ പാട്ടുകളെ കമ്പോസ് ചെയ്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. അതുമല്ല, വളരെ ലളിതമായ രീതിയിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടിന് ഒരു സങ്കീർണമായ രീതിയിൽ രാഗത്തിൻ്റെ താളത്തിൻ്റെ ഒക്കെ രൂപത്തിൽ പഠിപ്പിച്ച് കമ്പോസ് ചെയ്യാൻ പറ്റിയതിന് എന്തൊരു അനുഗ്രഹമായി കാണുന്നു. നമ്മളുടെ ഈ ഒരു ആത്മീയ സംഘടനയിൽ എത്തിപ്പെട്ട അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഈ സംഘവിശ്വാസികളിൽ ഇവരധികം ആരും തന്നെ അങ്ങനെ പാട്ട് പഠിച്ചതോ അല്ലെങ്കിൽ അതിവേഗം അതിനെ ഗ്രാസ്പ് ചെയ്യാൻ പവറുള്ളവരായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ ഓഡിഷനിലൂടെ സെലക്ട് ചെയ്ത് അവരെ ഈ ഇത്തരത്തിൽ ചിട്ടപ്പെടുത്തിയ കീർത്തനങ്ങൾ പഠിപ്പിച്ചതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ഇതിൻ്റെ ഓഡിഷൻ വെച്ചപ്പോഴേ ഇവര് വലിയ പാട്ടുകാരല്ല, വലിയ മ്യൂസിക് പഠിച്ചവരല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അവരുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം മ്യൂസിക് പഠിച്ചവർ വേണമെന്നില്ല. പാട്ടിനോട് ഇൻട്രസ്റ്റ്, പാട്ടിനോട് താല്പര്യം, പാട്ടിൻ്റെ അവരുടെ വോക്കൽ റേഞ്ചും കൂടെ അറിയുക. പിന്നെ ശ്രുതിയുണ്ടോ താളമുണ്ടോ, ഇത് മാത്രം മതി. അവരുടെ വോക്കൽ റേഞ്ചും ഒരു ശ്രുതിയും താളം മാത്രം മതി. പിന്നെ പ്രാക്ടീസ് സമയത്ത് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ പറ്റുന്നെങ്കിൽ ഇവരെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 parts 4 parts ഒരു കോറൽ മ്യൂസിക് പഠിപ്പിച്ചെടുക്കാമെന്ന് ഞാൻ അവരോട് നേരത്തെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പരിധി വരെ അത് ശരിയായിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസിന് വരുന്ന ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ചെറിയ സാധാരണ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ഇവിടം വരെ ഞാൻ ഉദ്ദേശിച്ച ലെവൽ എത്തിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു 50% പറ്റിയെന്നുള്ളൊരു കൃതാർത്ഥതയുണ്ട്. ഇനി വരാൻ പോകുന്ന 27-ാം തീയതി നമ്മുടെ ആത്മബോധോദയ സംഘ വിശ്വാസികളെ അനുബന്ധിച്ച് അവരുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പൂരം ജന്മനക്ഷത്ര മഹാമഹം. അതുപോലൊരു വലിയ സ്റ്റേജിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലൊരു വലിയ വേദിയിൽ നമ്മളുടെ ഈ പ്രോഗ്രാം പെർഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഒരു ഫലം താങ്കൾ അനുസരിക്കുന്നത്? ഒരു കോറൽ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിയാണ്. ആ യൂണിറ്റിയാണ് ഈ സംഘത്തിൻ്റെ വിജയം. ആ യൂണിറ്റി സത്യത്തിൽ ഇതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്താണ് സംഘത്തിലുള്ളവർക്കും അറിയത്തില്ല, പാടുന്നവർക്കും അറിയത്തില്ല. സത്യത്തിൽ എനിക്കും എൻ്റെ ഓർക്കസ്ട്ര ടീമിലുള്ളവർക്കേ അറിയുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ ചെയ്തത് ഒരു 200 പേരുടെ വലിയ കൊയർ 200 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ച് അവരെ ഞാനിത് എങ്ങനെ ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ എന്തായാലും പാട്ട് പ്രോഗ്രാം അതിഗംഭീരമാകും. കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭരായ, സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളാണ് അവർ. എറണാകുളം ബേസ്ഡാണ്. അവരാണ് വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അക്കമ്പനി ചെയ്യുന്ന എല്ലാം അവരാണ്. പിന്നെ അവരുടെ എല്ലാം നല്ല സപ്പോർട്ടും ഉണ്ട്. പിന്നെ അതിലുപരി ഈ സംഘാടകരെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട സംഘാടകരുണ്ട്. അവരുടെ എല്ലാം പിന്നെ വീട്ടുകാരും എല്ലാവരുടെയും കൂടെ ഒരു സഹകരണം കൊണ്ട് ഈ പ്രോഗ്രാം ഗംഭീരമാകും. നമ്മുടെ പാട്ട് തന്നെ അതിമനോഹരമായിട്ടുണ്ട്. അവർക്ക് തന്നെ, പാട്ടുകാർക്ക് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് അവർ തന്നെയാണോ പാടിയെന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ആയിട്ടുണ്ട് അവർക്ക്. അപ്പം നമുക്ക് അജൻ സാറിനെയും ഇതുപോലുള്ള വിശ്വാസികളെ പോലെ തന്നെ നമുക്കും നമ്മുടെ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ തന്നെ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നും ഭഗവാന്റെ പാതയിലേക്ക് സമർപ്പിക്കാൻ പറ്റുമെന്നും വിചാരിക്കാം. നമസ്കാരം. ഇത്രയും ദിവസം നല്ല നമ്മുടെ എല്ലാ അംഗങ്ങളുമായിട്ടും നമ്മുടെ സാറുമായിട്ടും നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ടും നമ്മളുടെ സാറ് പറയുകയാണെങ്കിൽ സാറ് എന്താ പറയുന്നത്, ഒന്നും പറയാനില്ല, നല്ല ആത്മാർത്ഥമായിട്ട് നമ്മളോട് എല്ലാ കാര്യത്തിലും ഒരുപോലെ നിൽക്കുന്ന ഒരു സാറാണ്, ഒരു ഗുരുവാണ്.
അങ്ങനെ ഞങ്ങളുടെ പ്രാക്ടീസിൻ്റെ ലാസ്റ്റ് ഡേയുമായി. ശരിക്കും ഇൻ മൈ ഒപ്പീനിയൻ എനിക്കിത് ഫീൽ ചെയ്തത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ദിവസങ്ങളായിരുന്നു. കാരണം ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഒരു ആത്മവിശ്വാസിയാണെങ്കിൽ പോലും കാണാത്ത ഒരുപാട് മുഖങ്ങൾ ഞങ്ങൾ ഈ ഒരു കോറൽ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ കണ്ടു, പരിചയപ്പെട്ടു, ഒരുമിച്ച് കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നു, സ്പെൻഡ് ചെയ്തു. ആൻഡ് എന്താ പറയുക, പരസ്പരം സപ്പോർട്ട് ചെയ്തു, പരസ്പരം കുറേ കാര്യങ്ങൾ പഠിച്ചു. നല്ലൊരു കോറൽ ഗ്രൂപ്പിൻ്റെ പ്രാക്ടീസ് സെഷൻ അപ്പുറത്തേക്ക് ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഞങ്ങൾ 50-ൽ പരം ആളുകളുടെ. കുറേ നല്ല നല്ല ഹാപ്പി മൊമെൻറ്റ്സ് അത് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത എന്നെ ഒരുപാട് മൊമെൻറ്റ്സിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആൻഡ് ഞങ്ങളെല്ലാവരും പറയുന്ന പോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഈ ഒരു സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പ്രാക്ടീസ് സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. സോ ഇത് ഒരു 4-5 ദിവസം ഇല്ല, ഇനി ഒരു 2-3 ഡേയ്സിനുള്ളിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മബോധ വിശ്വാസികളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവരത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു പരിശ്രമം, ഞങ്ങളുടെ പ്രധാനപ്പെട്ട് പറയേണ്ടത് ഞങ്ങളുടെ സാറിൻ്റെയും ആൻഡ് ഈ ഭവനത്തിലെ ആളുകളുടെയൊക്കെ ഒരു പരിശ്രമം മൂലം വിജയകരമാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പരിശ്രമത്തിനേക്കാൾ ഉപരിയായിട്ട്. സോ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്, ഗുരുദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പരിപൂർണമായ വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ, അതായത് ഇവിടുത്തെ ആളുകൾ എല്ലാവരും പറയുന്ന പോലെ ഇവിടെ ഒരു 2 മാസം നീണ്ടു നിന്ന ഈ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കാൻ സാധിച്ചതും അതിനോട് വളരെ ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ അവസരം നൽകിയ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും മറക്കാനാവാത്തൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ പ്രാക്ടീസ് നടക്കുന്ന വേദിയിലാണ്. ഇതാണ് ഫൈനൽ റിഹേഴ്സലിൻ്റെ സെറ്റപ്പുകളാണ് ഈ കാണുന്നത്. ഇപ്പം നമുക്കിവിടെ ടീ ബ്രേക്കാണ്. സോ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളുടെ സംഗീതാവിഷ്കാരം സ്റ്റേജിലേക്ക് കയറുന്നതാണ്. സോ അതിൻ്റെ ഈ വിശേഷങ്ങൾ ഇവിടുത്തെ നമുക്ക് കാണാം. സംഗീതാവിഷ്കാരം അവസാന നിമിഷത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റേജിലേക്ക് കയറുന്നതാണ്. എന്താണ് കോർഡിനേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇൻകം ആണല്ലോ, എന്താ പറയുക, ഒരു 10 വർഷം കഴിഞ്ഞാലും ആരും മറക്കരുത് ഈ പ്രോഗ്രാം. ആ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തത്. സൂപ്പർ ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോധോദയ സംഘത്തിന്റെ കേന്ദ്ര സ്ഥാപനമായ ശ്രീ ശുഭാനന്ദ ആദർശാശ്രമ സന്നിധി ഇന്ന് അവതരിക്കപ്പെടുകയാണ്. ദൈവിക ചൈതന്യം ആത്മാവിൽ നിറച്ച് ആത്മബോധമുള്ളവരാക്കി തീർക്കുക, ശിഷ്യരെ പ്രാപ്തരാക്കിയുള്ള കീർത്തനം കൂടിയാണ്. നമുക്ക് കാതോർക്കാം ദൈവമേ കൈതൊഴുക.